ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിക്കലാണല്ലോ ഒരു ഗവൺമെന്റിന്റെ ചുമതല. എന്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൂടാ? ആ ആലോചനയെ കടന്നു. ആ ആലോചനയെ കടക്കുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യണം. അവരുമായെല്ലാം ചർച്ച ചെയ്തു. അതില് ചെറുകിട വ്യവസായികളുണ്ട്, വൻകിട വ്യവസായികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുണ്ട്, തൊഴിലാളി സംഘടനകളുണ്ട്. ഇവരുമായെല്ലാം ചർച്ച ചെയ്തപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അത് പരിഹരിക്കുന്നതിനുള്ള നേതൃത്വപരമായ പങ്കുവഹിച്ചു. അവസാനം നമ്മുടെ മാനസിക ഘടനയിൽ മാറ്റം വരേണ്ടതുണ്ടായിരുന്നു. അതിലും ഇടപെടലുണ്ടായി. അപ്പോഴേക്ക് നിയമത്തിലും ചട്ടങ്ങളിലും മാറ്റം വരണം. ആ നിയമത്തിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തി. ഒരു വ്യവസായത്തിന് വേണ്ടി അപേക്ഷ നൽകിയാൽ എത്ര കാലവും വെച്ചിരിക്കാമെന്നായിരുന്നു നില. അത് നിയമപ്രകാരം തന്നെ മാറ്റി. നിശ്ചിത സമയത്തിനുള്ളിൽ അനുമതി നൽകിയില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കി അവർക്ക് വ്യവസായം ആരംഭിക്കാം എന്ന വ്യവസ്ഥയടക്കം കൊണ്ടുവന്നു.